ഇത് ഫാദർ ജോയ് അരീക്കൽ. നാട്ടിൽ പാലായ്ക്കടുത്ത് പ്രവൃത്താനമാണ് സ്വദേശം. ഇദ്ദേഹം കഴിഞ്ഞ 40 വർഷമായിട്ട് ഒറീസയിൽ മിഷൻ പ്രവർത്തനം നടത്തുന്നു. അച്ഛൻ്റെ ഈ മിഷൻ പ്രവർത്തനങ്ങൾ ഒന്ന് പരിചയപ്പെടുത്താം. ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഫാദർ ജോയ് അരീക്കൽ. പറഞ്ഞതുപോലെ ഞാൻ പ്രവിത്താനം ഇടവക്കാരൻ പാലാരൂപ എന്നുള്ള ആളാണ്. എൻ്റെ സെമിനാരി ഫോർമേഷനും ഒരു വൈദ്യൻ എന്നുള്ള സേവനവുമായിട്ട് 40ഓളം വർഷങ്ങൾ ഞാനിപ്പോൾ ഒറീസയിലുണ്ട്. ഞാൻ വൈദ്യനായതിനു ശേഷം കൂടുതലായിട്ടും ആദിവാസി സമൂഹങ്ങളിലും ഹരിജൻ സമൂഹങ്ങളിലുമാണ് വർക്ക് ചെയ്യുന്നത്. 33 വർഷം ഞാൻ ചെയ്തിരിക്കുന്ന സേവനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടും അവർക്കെല്ലാം ഹെൽത്ത് ഫെസിലിറ്റി നല്ല ആരോഗ്യം ഉണ്ടാകുന്നതിനുള്ള പല പരിശ്രമങ്ങളും, പിന്നെ അതേപോലെ അവരെല്ലാം നല്ലൊരു ഓർഗനൈസ് ചെയ്യുന്നതിനും, അതുകൂടാതെ അവർക്കൊക്കെ ഈ സേവിങ് ക്വാളിറ്റിയൊക്കെ നൽകുന്നതിന് വേണ്ടി പല ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കുവാനൊക്കെ ആയിരുന്നു എൻ്റെ ശ്രമങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഗ്രാമപ്രദേശങ്ങൾ ഗവൺമെൻറ്റിൻ്റെ പല സഹായങ്ങളും കിട്ടാത്ത ജനങ്ങളുടെ ഇടയിൽ ചെന്ന് അതിനെപ്പറ്റിയൊക്കെ പറയുകയും അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയും അവരെയെല്ലാം ഒന്നിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും ശ്രമിക്കുകയാണ് ചെയ്തിരുന്നത്. എൻ്റെ പ്രവർത്തനങ്ങൾ വഴിയായിട്ട് പല ഗ്രാമങ്ങളിലെയും ജനങ്ങൾ നല്ല രീതിയിൽ ഓർഗനൈസ്ഡ് ആയിട്ടുണ്ട്. അവർക്ക് ഗവൺമെൻറ്റിൻ്റെ പല സ്കീമുകളേറ്റവും പഠിപ്പിച്ച് അതൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നതിനും അവരെ നല്ല രീതിയിൽ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ കുട്ടികളെയൊക്കെ വിദ്യാസമ്പന്നരാക്കുന്നതിനൊക്കെ ഒത്തിരി പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. കൂടുതൽ ഉൾഗ്രാമങ്ങളിൽ ചെന്ന് ഗവൺമെൻറ്റിൻ്റെ ഒരു ഫെസിലിറ്റീസും കിട്ടാത്ത ജനങ്ങളുടെ ഇടയിലേക്കാണ് ഞാൻ കൂടുതലായിട്ടും ഇറങ്ങിച്ചെല്ലുവാൻ ശ്രമിച്ചിരിക്കുന്നത്. വളരെ പ്രാകൃതികമായിട്ട് ജീവിച്ചിരിക്കുന്ന ജനസമൂഹങ്ങളിലേക്കും എനിക്ക് കയറി ചെല്ലുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് മൽക്കാൻഗിരി ജില്ലയിലുള്ള ബോണ്ട ആദിവാസി സമൂഹം, അവരുടെ ഇടയിൽ ഞാൻ കയറി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ മൽക്കാൻഗിരി ജില്ലയിലുള്ള ദിദേയ് എന്ന് പറയുന്ന ഒരു ആദിവാസി സമൂഹം, അവരുടെ ഇടയിൽ ഞാൻ നല്ലൊരു പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ 4 വർഷമായിട്ട് സീറോ മലബാർ സഭയിൽ ഷംസാബാദ് രൂപതയിൽ ചേർന്നുകൊണ്ട് സേവനം ചെയ്യുന്നു. അതുവരെ 4 വർഷം മുമ്പ് വരെ ഒറീസയിലുള്ള 2 ലാറ്റിൻ രൂപതകളിലാണ് ഞാൻ സേവനം ചെയ്യുന്നിരുന്നത്. ആദ്യമായിട്ട് ബെറാംപൂർ രൂപതയിലും, അതിനുശേഷം ബെറാംപൂർ രൂപത ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ റായഗഡ രൂപതയിലും സേവനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ 4 വർഷമായിട്ട് ഷംസാബാദ് രൂപതയ്ക്ക് വേണ്ടി, സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി സേവനം ചെയ്യുന്നു. ഇപ്പോഴത്തെ എൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്, ഞാൻ ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോകും. എൻ്റെ ഈ മിഷൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇരിക്കുന്നത് റായഗഡ ജില്ലയിലെ ഗുഡാരി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതൊരു നോട്ടിഫൈഡ് ഏരിയ കൗൺസിലാണ്. ഇവിടെ ഞാനൊരു വാടക വീട്ടിൽ കഴിഞ്ഞ 4 വർഷമായിട്ട് താമസിക്കുന്നു. എന്നെ 3 ജില്ലകളിൽപ്പെട്ട റായഗഡ ജില്ല, കന്ധമാൽ ജില്ല, ഗജപതി ജില്ല, 3 ജില്ലകളിൽപ്പെട്ട 10 ബ്ലോക്കുകളാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതൊരു വലിയ ഭൂപ്രദേശമാണ്. അപ്പോൾ ഈ 10 ബ്ലോക്കുകളിലും ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളുമായിട്ട് സംസാരിച്ച് 8 ബ്ലോക്കുകളിൽ ഇപ്പോൾ നമുക്ക് സീറോ മലബാർ സഭയുടെ മക്കളുണ്ട്. അങ്ങനെ എൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ 128 ഗ്രാമങ്ങളിൽ നമ്മുടെ സീറോ മലബാർ സഭയുടെ മക്കളുണ്ട്. ഇനിയും കൂടുതൽ ഗ്രാമങ്ങളിലേക്ക് ഞാൻ എത്തിച്ചേരുന്നു. ഇപ്പോൾ എൻ്റെ ഈ മിഷൻ്റെ ഏരിയയിൽ വളരെ പ്രാകൃതികമായി ജീവിക്കുന്ന ഒരു ജനസമൂഹമുണ്ട്. അതാണ് ഡൊങ്ക്രിയ ട്രൈബ് എന്ന് പറയും. ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ച് വൾനറബിൾ പ്രിമിറ്റീവ് ട്രൈബ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവരുടെ ഇടയ്ക്ക് ഞാൻ സേവനം ചെയ്യാൻ തുടങ്ങി. അവരെയൊക്കെ വളരെ വിദ്യാഭ്യാസപരമായും അവർക്ക് പല ഹെൽത്ത് ഫെസിലിറ്റിയും കൊടുത്തുകൊണ്ട് അവരെ ഓർഗനൈസ് ചെയ്തുകൊണ്ട് വർഷങ്ങളായിട്ട് അവരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു ജനസമൂഹങ്ങളിൽ നിന്നും നല്ലൊരു വിടുതൽ കൊടുക്കുന്നതിനും അവരെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുന്നതിനും ഞാൻ ശ്രമിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. എൻ്റെ ഒരു ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത്, ചെറുപ്പത്തിൽ തന്നെ ഒരു മിഷണറി വൈദികനാകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ +2 ശേഷം ഞാൻ കേരളത്തിൽ നിന്നും ബെറാംപൂർ എന്ന് പറയുന്ന ആ രൂപതയിലേക്ക് വന്നു. അന്ന് വന്നപ്പോൾ ഈ ലാറ്റിൻ ഏതാണ്, സീറോ മല വേറെ, അങ്ങനെയൊന്നും അറിയത്തില്ലായിരുന്നു. ഒരു മിഷണറി വൈദ്യനാണെന്ന് മാത്രം ആഗ്രഹം ഉണ്ടായിരുന്നു. വന്ന് പെട്ടത് ഒരു ലാറ്റിൻ രൂപതയിലായിരുന്നു. അങ്ങനെ എൻ്റെ വൈദികനാകാനുള്ള ആ വിദ്യാഭ്യാസ ട്രെയിനിങ്ങിന് ശേഷം ഞാൻ എൻ്റെ സേവന മേഖലയിലേക്ക് ഇറങ്ങിയപ്പോൾ ഏറ്റവും പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിക്കുക, അവർക്ക് ഈശോയെ കൊടുക്കുക, ആ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
ഇപ്പോഴും അതുതന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഈശോയെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അവരിപ്പോൾ എല്ലാം നമ്മുടെ സഭയിലേക്ക് ചേരണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് സഭയിലേക്ക് ചേരാനായിട്ട് ചില പരിമിതികളുണ്ട്. പക്ഷേ എന്നാലും ഈശോയുടെ ആ നല്ല വചനം അനുസരിച്ച് നല്ല മനുഷ്യരായി നല്ല മക്കളായി ജീവിക്കാനുള്ളൊരു പ്രചോദനം കൊടുക്കുക. അവരെ പല രീതികളിലും സഹായിക്കുക. ഗവൺമെൻറ് സഹായങ്ങൾ കൊണ്ടുവരുന്നതിന് സഹായിക്കുക. അവരെ അവരുടെ പൈസ ചെറിയ പൈസയായാലും അതെങ്ങനെ സൂക്ഷിച്ചു വെക്കണമെന്നും ആ പൈസ കൊണ്ട് എങ്ങനെയാണ് അവരുടെ ഫ്യൂച്ചർ വളർത്തിയെടുക്കുന്നതിനൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. അതിനുവേണ്ടി പല ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക, അവരെ ഓർഗനൈസ് ചെയ്യുക, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, അവർക്ക് നല്ല മെഡിക്കൽ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെയാണ് പല രീതികളും ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ ഇതുവരെ ഉണ്ടായിരുന്ന പല സ്ഥലങ്ങളും ഞാൻ എൻ്റെ കൂടെ തന്നെ എൻ്റെ മുറിയിലോ അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന ബിൽഡിങ്ങിലൊക്കെ ഒത്തിരി പാവപ്പെട്ട പിള്ളേരെ കൊണ്ടുവന്ന് വെക്കുക, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുവാനൊക്കെ ശ്രമിക്കുമായിരുന്നു. എന്നിട്ട് അവരെ ഗവൺമെൻറ് സ്കൂളുകളിലേക്ക് വിടും. അങ്ങനെ എല്ലാ മേഖലകളിലും അവരെ വളർത്തിയെടുക്കുവാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ജീവിത ലക്ഷ്യം. എത്രയും കൂടുതൽ ആൾക്കാർക്ക് ഈശോയെ കൊടുക്കാൻ പറ്റിയ ഈശോയെ കൊടുക്കുക. അതുവഴിയായിട്ട് ഒരു വൈദികൻ എന്ന നിലയിൽ ഒരു എന്താ പറയുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് തന്നെ ഉണ്ടാകുന്നുണ്ട്. എന്നെ ഇപ്പോൾ ഇവിടെ സഹായിക്കാനായിട്ട് എനിക്ക് 9 കാറ്റഗിസ്റ്റ് ഉണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കേണ്ട ശമ്പളമൊക്കെ പല രീതിയിലാണ് കിട്ടുന്നത്. കുറച്ചൊക്കെ രൂപത വഴിയായിട്ട് കിട്ടുന്നുണ്ട്, കുറച്ചൊക്കെ മറ്റ് ആരെങ്കിലും വിശ്വാസികൾ, സാധാരണ വിശ്വാസികൾ, ലേ പീപ്പിൾ, അവർ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യക്കകത്തുള്ളവരും ഇന്ത്യക്ക് പുറത്തുള്ളവരും. ഈ പൈസയെല്ലാം വരുന്നത് രൂപത വഴിയായിട്ടാണ്. പക്ഷേ അവസാനം രൂപത വഴിയായിട്ട് വരുന്ന പൈസ രൂപത എനിക്ക് തരുന്നു. അങ്ങനെ അവർക്കുള്ള ശമ്പളം കാര്യങ്ങളും കൊടുക്കുന്നു. പിന്നെ പള്ളികൾ പണിയാനൊക്കെ ആയിട്ടും പല നമ്മുടെ നല്ല മലയാളികൾ, ഈ ഇന്ത്യയിലും വിദേശത്തുള്ള മലയാളികൾ, അവർ ഒറ്റയ്ക്കായിട്ടോ അല്ലെ ഒരു ഗ്രൂപ്പായിട്ടോ ഒക്കെ രൂപത വഴിയായിട്ട് പൈസ ചാനലൈസ് ചെയ്ത് എന്നെ സഹായിക്കാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ ഈ ഗുഡാരി മിഷനത്തിൻ്റെ കഴിഞ്ഞ വർഷം 3 സ്ഥലത്ത് പള്ളികൾ പണിതു. ഈ വർഷം ആദ്യം ഫെബ്രുവരി 2, 3, 4 ആ പള്ളികളുടെയൊക്കെ ആശീർവാദം നടത്തി. നമ്മുടെ ശംസാവരൂപതയുടെ പ്രിൻസ് പിതാവ് ഒന്ന് ബെഞ്ചരിച്ചു. ഇപ്പോൾ 2 സ്ഥലത്ത് പള്ളികൾക്ക് പണി തുടങ്ങിയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് അധികം താമസിച്ചാൽ പണി തുടങ്ങും. ഇതെല്ലാം ഓരോരുത്തരും വ്യക്തികളായിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ടോ തരുന്ന പൈസകളാണ്. അത് രൂപത വഴിയായിട്ട് ചാനലൈസ് ചെയ്യുന്നു, എനിക്ക് കിട്ടുന്ന അങ്ങനെ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇപ്പോൾ ഞാനൊരു 10 ഗ്രാമങ്ങളിൽ ട്യൂഷൻ പ്രോഗ്രാം നടത്തുന്നുണ്ട്. സ്കൂളുകളില്ലാത്ത ഗ്രാമങ്ങളിലെ പിള്ളേരെ അവർക്ക് ബേസിക്കായിട്ട് പഠിപ്പിച്ചിട്ട് അവരെ സ്കൂളുകളിൽ ചേർക്കുന്ന ഒരു പ്രോഗ്രാമാണത്. 10 ഗ്രാമങ്ങളായിട്ട് നടക്കുന്നു. ഇതും വിദേശത്തൊക്കെയുള്ള മലയാളികൾ തരുന്ന ചെറിയ ചെറിയ സംഭാവനകൾ കൊണ്ടാണ്. അതുപോലെ തന്നെ 15 ഗ്രാമങ്ങളിൽ അമ്മമാരെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് ഈ ശാസ്ത്രീയ സംഘങ്ങളൊക്കെ നല്ല രീതിയിൽ വളർത്തിയെടുത്ത് അവർക്കുള്ള എക്കണോമിക് സ്റ്റാൻഡേർഡ് വളർത്തിയെടുക്കുന്നതിനൊക്കെ പ്രവർത്തനം നടത്തുന്നുണ്ട്. അതിനെന്നെ സഹായിക്കാനായിട്ട് 4 പെൺകുട്ടികളുണ്ട്. അവർ അമ്മമാരെ ഓർഗനൈസ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുന്നു. അതുകൂടാതെ അവർ പ്രാർത്ഥനകളൊക്കെ പഠിപ്പിക്കാനും അങ്ങനെ എല്ലാ കാര്യങ്ങളും സഹകരിച്ച് പോകുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 10 ഗ്രാമങ്ങളിൽ ട്യൂഷൻ എടുക്കുന്നതിനൊക്കെ ടീച്ചേഴ്സുണ്ട്. അവരും വെറും ട്യൂഷൻ ടീച്ചേഴ്സായിട്ടല്ല കരുതുന്നത്. ആ 10 ഗ്രാമങ്ങളിൽ സർക്കാരിൻ്റെ പല സ്കീമുകൾ കൊണ്ടുവരുന്നതിനും അവർക്ക് ഇല്ലാത്ത സഹായങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നതിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. അച്ഛാ, ലോകം മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ 10 വർഷമോ 12 വർഷമോ മുമ്പ് ഉണ്ടായ കണ്ടമാൽ സംഭവം. അച്ഛൻ ഒറീസയിലായിരുന്നല്ലോ, ആ അനുഭവങ്ങളെ ഒന്ന് പങ്കുവയ്ക്കാമോ? ദൈവനാമത്തിൽ എല്ലാവർക്കും സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഈ കന്തമാൾ വയലൻസ് സ്റ്റാർട്ട് ചെയ്ത് 2008 ഒരു ഓഗസ്റ്റ് മാസത്തിൽ. അതിന് ആ സമയത്ത് ഓഗസ്റ്റ് 24 കന്തമാൾ ജില്ലയിലുള്ള ഒരു ഹിന്ദു ആചാര്യനെ ആരോ കൊന്നു. അപ്പോൾ അത് കൊന്നത് ക്രിസ്ത്യൻസ് ആണോ എന്നും പറഞ്ഞു ഒരു വലിയൊരു പ്രചാരണം നടന്നു. അപ്പം പല ക്രിസ്ത്യൻസിനെയും, പല ഇടവുകളിലുള്ള ക്രിസ്ത്യൻസിനെയും മറ്റു പല സഭകളിലുള്ള ക്രിസ്ത്യൻസിനെയൊക്കെ ആക്രമിക്കാൻ തുടങ്ങി. അവിടെ പള്ളികളെല്ലാം കത്തിക്കാനും നശിപ്പിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ അത് കന്തമാൾ കൊണ്ട് തീർന്നില്ല. കന്തമാൾ ജില്ലയിൽ പുറത്തേക്കും വന്നു. കന്തമാൾ ജില്ലയോട് അടുത്ത് കിടക്കുന്ന റായഗഡ ജില്ലയിലും 2-3 സ്ഥലങ്ങൾ ആക്രമിച്ചു. പള്ളികളൊക്കെ പ്രത്യേകിച്ച് മുനിഗഡ എന്ന് പറയുന്ന പള്ളിയൊക്കെ തല്ലി തകർത്ത് കളഞ്ഞു. അതുകൊണ്ടും നിന്നില്ല. അതിനോട് ചേർന്ന് കിടക്കുന്ന കൊറാപ്പുട്ട് ജില്ലയിൽ ബൊയ്പാരുടെ എന്ന സ്ഥലത്തായിരുന്നു ഞാൻ താമസിച്ചിരുന്ന ആ സമയത്ത് ഈ സംഭവം ഉണ്ടാകുമ്പോൾ.
അപ്പോൾ എൻ്റെ അടുത്ത് ഈ കന്ധമാൾ ജില്ലയിൽ നിന്നും ഒരു പയ്യൻ വന്ന് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ ജനങ്ങളെ ഓർഗനൈസ് ചെയ്യാനും അവിടെ പല രീതിയിൽ പഠിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഈ പയ്യനെ കേന്ദ്രീകരിച്ച് അവരൊരു സ്റ്റോറി ഉണ്ടാക്കി, നമുക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്റ്റോറി ഉണ്ടാക്കി, ഈ സ്വാമിയെ കൊന്ന ഒരു പയ്യനെ ഞാൻ കൊണ്ടുവന്ന് അവിടെ സംരക്ഷിക്കുകയാണെന്നും പറഞ്ഞു. അപ്പോൾ അത് എൻ്റെ കെയർ ഓഫിൽ എൻ്റെ പ്രവർത്തനങ്ങളെയും തടസ്സപ്പെടുത്തി പല പ്രശ്നങ്ങളുണ്ടാക്കി. 3 മാസത്തോളം ഞാൻ എൻ്റെ ആ താമസിക്കുന്ന വീട്ടിൽ നിന്ന് പുറത്താണ് താമസിക്കേണ്ടി വന്നത്. കാരണം എന്നെ കണ്ടാൽ കൊല്ലുമെന്നും തല്ലുമെന്നും ഒക്കെ അവിടെ പ്രചാരണങ്ങളുണ്ടായിരുന്നു. അന്ന് ഞാൻ അവിടെ താമസിക്കുന്ന എൻ്റെ കൂടത്തിൽ 75 പിള്ളേരുണ്ടായിരുന്നു. അവരെയെല്ലാം അവർ വന്ന് തല്ലുകയും പെറുക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അവരുടെ ഇടയിൽ നിന്ന് തന്നെ ചില നല്ല ആൾക്കാർ വന്ന് എന്നെ സുരക്ഷിതമായിട്ട് മാറ്റി നിർത്തി. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ വേറെ 2-3 ജില്ലകളിലും ഈ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിന് ശേഷം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ഈശോയുടെ നാമം നല്ല രീതിയിൽ പ്രചരിക്കപ്പെടുന്നു. ഈശോയെ പലരും അറിയുന്നു. ഈശോയുടെ മക്കളായി ജീവിക്കാനായിട്ട് പലരും ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വന്നിരിക്കുകയാണ്. അന്ന് കാലത്ത് ഒരു 8 മണി ആയപ്പോഴേക്കും എന്നെ അറിയാവുന്ന പലരും വന്ന് എന്നോട് പറഞ്ഞു, മറ്റു നമ്മുടെ സഭയിൽപ്പെട്ടവരൊന്നുമല്ല, അവർ വന്ന് എന്നോട് പറഞ്ഞു, അച്ഛനെ ആക്രമിക്കാൻ ആരൊക്കെയോ വരുന്നുണ്ട്, വളരെ സംഘടിതമായിട്ടാണ് വരുന്നത്, അതുകൊണ്ട് അച്ഛൻ ഇവിടെ നിൽക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. ആദ്യം ഞാൻ പറഞ്ഞു, എന്നെ ആരാ എന്നാ ചെയ്യാൻ പോകുന്നു പറഞ്ഞു. എനിക്ക് ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായില്ല. ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു 10-15 മിനിറ്റ് വേറെ ഒരു ഗ്രൂപ്പ് വന്ന് പറഞ്ഞു, അച്ഛോ വേഗം മാറ് അല്ലേ പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് ഞാൻ ഒരു ചെറിയ മലയുണ്ട്, അവിടെ നിന്നൊരു 5 മിനിറ്റ് നടക്കണം. ഞാൻ ആ മലയുടെ മുകളിൽ കയറി. അപ്പോഴേക്കും ഭയങ്കര ബഹളമൊക്കെ കേൾക്കാം, അട്ടഹാസങ്ങളൊക്കെ കേൾക്കാം. പക്ഷേ ഒന്നും ഭാഷ തിരിച്ചറിയുന്ന സമയമല്ലായിരുന്നു. എന്നാൽ വിവരങ്ങളൊക്കെ അറിയാനായിട്ട് അന്ന് എൻ്റെ ഒരു ചെറിയ പഴയ മൊബൈൽ ഉണ്ടായിരുന്നു. ആ സമയത്തേക്ക് മൊബൈലൊക്കെ അങ്ങനെ ആയിട്ടില്ലായിരുന്നു. അതിൻ്റെ ബാറ്ററിയും തീർന്നു പോയി. അപ്പോൾ എനിക്ക് വിവരങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ അന്ന് ഞാൻ കാലത്ത് ഒരു 9 മണി മുതൽ വൈകുന്നേരം ഒരു 5:30-6 മണി വരെ ആ മലയിലിരുന്നു. ആ മലയിലിരുന്നപ്പോഴേക്കും ആ മലയിലേക്ക് കരടി കയറി വരുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. കരടിയുടെ മണം മനസ്സിലാകും. കരടി ഞാൻ കണ്ടില്ല, പക്ഷേ കരടിയുടെ മണം മനസ്സിലായി. അപ്പോൾ എനിക്ക് തോന്നി 6 മണിയായി, ഇനി ഇരുട്ടായി കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് പറഞ്ഞ് ഞാൻ പതുക്കെ വേറൊരു മലയുടെ സൈഡിൽ കൂടി ഇറങ്ങി ഞാൻ താമസിക്കുന്ന വീടിൻ്റെ പുറകിൽ ചെന്നിച്ചിട്ട് അവിടെ പിള്ളേർ കുറച്ച് പേരുണ്ടായിരുന്നു. അവരെ ഒരു തരത്തിൽ വിളിച്ച് എൻ്റെ മൊബൈൽ ഇച്ചിരി ചാർജ് ചെയ്യാനായിട്ട് അവരോട് പറഞ്ഞു. അവർ ചാർജ് ചെയ്ത് കൊണ്ടുവന്നു. പിന്നെ അങ്ങനെ ഞാൻ എൻ്റെ ഒരു സഹോദരൻ ഒരു അച്ഛനെ വിളിച്ച് പറഞ്ഞു, അച്ഛൻ ഞാനിങ്ങനെ പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ്, എനിക്കിവിടെ നിൽക്കത്തില്ല, അതുകൊണ്ട് പെട്ടെന്ന് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടുന്ന് മാറ്റിയെടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനന്ന് രൂപതയെ വിളിച്ചു പറഞ്ഞപ്പോൾ അവിടുന്ന് ആരും വരാൻ പോകുന്ന വിളിച്ചു പറഞ്ഞ് അവരാരും അത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ അച്ഛനൊരു അവിടെ നിന്ന് ഒരു 25 കിലോമീറ്റർ മാറി ഒരു മലയാളി ഫാമിലി ഉണ്ട്, അവരെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവർ വന്ന് കാറുമായിട്ട് വന്ന് എന്നെ കാറിൻ്റെ ഡിക്കിയിലിട്ട് ആ ടൗൺ കടത്തിയെടുത്തു. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം കടത്തിയെടുത്തു. കാരണം അവർ വണ്ടികളെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതൊരു ഭയങ്കര ഒരു വിഷമം പിടിച്ച ഒരു സിറ്റുവേഷനായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോയി അവരുടെ വീട്ടിൽ 3 ദിവസം നിന്നു. 3 ദിവസം അവരുടെ വീട്ടിൽ നിന്നപ്പോഴേക്കും ഓഗസ്റ്റ് 30-ാം തീയതി ആണെന്ന് തോന്നുന്നു, അവരുടെ 2 ട്രക്കുകൾ കത്തിച്ചു. അപ്പോഴേക്കും ആ ടൗണിലും ക്രിസ്ത്യൻസിനെതിരായിട്ടൊരു നടക്കുവാൻ തുടങ്ങി. അപ്പോൾ അതും കൂടി എനിക്കൊരു വിഷമമായി. പിന്നെ ഞാൻ അവിടുന്ന് പിന്നെ ഒരു 25 കിലോമീറ്റർ മാറി വേറൊരു സ്ഥലത്തൊരു പള്ളിയുടെ അച്ഛൻ്റെ അടുത്ത് നിന്നു. അത് പിന്നെ ദൈവാനുഗ്രഹങ്ങൾ എടവപ്പള്ളി ഒന്നല്ലായിരുന്നു, അതൊരു സലേഷൻ അച്ഛന്മാർ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വീടായിരുന്നു. അവിടെ ആരും അറിയാതെ ഞാൻ അങ്ങനെ നിന്നു. പിന്നെ ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോഴേക്കും രാത്രിയിലൊക്കെ പോയി ഞാൻ എൻ്റെ മിഷനിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളതൊക്കെ ചെയ്യാൻ തുടങ്ങി. പകൽ സമയമാകുമ്പം തിരിച്ച് ഞാൻ ആ സലേഷൻ അച്ഛന്മാരുടെ വീട്ടിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെ രാത്രി പോകും, പകലും ഒക്കെ അവിടെ നിൽക്കാൻ തുടങ്ങി. പക്ഷേ എൻ്റെ മുറിയിൽ പുറത്തുനിന്ന് പിള്ളേർ പൂട്ടിയിടുമായിരുന്നു. അപ്പോൾ ഞാൻ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ അച്ഛനുണ്ട്, അച്ഛനില്ല. അച്ഛൻ്റെ മുറി നോക്കുമ്പോൾ അച്ഛൻ അടഞ്ഞല്ലേ കിടക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഇരുന്ന് എൻ്റെ പണികളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി. ഒരു 3 മാസം കൊണ്ടെല്ലാം ശാന്തി സമാധാനമായി. അപ്പോൾ അന്ന് ഈ എല്ലാം നശിപ്പിക്കാനും പിറക്കാനും ഒക്കെ വന്ന് എൻ്റെ കമ്പ്യൂട്ടറുകളും അവിടുത്തെ വീട്ടുപകരണങ്ങളെല്ലാം തല്ലി തകർത്ത് കളഞ്ഞു. പിള്ളേരെ എല്ലാം തല്ലിയും പിറക്കുകയൊക്കെ ചെയ്യും. അങ്ങ് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ ഒരു 3 മാസം കഴിഞ്ഞ് ഈ ഞങ്ങളുടെ സ്ഥലം കാണിച്ചു കൊടുക്കാനും പരിചയപ്പെടുത്താനും ഒക്കെ വന്ന ആൾക്കാർ പതുക്കെ വന്ന് ക്ഷമ ചോദിക്കാൻ തുടങ്ങി. അപ്പം ക്ഷമ ചോദിക്കാൻ പറഞ്ഞപ്പോൾ ക്ഷമ ചോദിക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പ്രത്യേകിച്ച് ക്ഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ദൈവമാണ് ക്ഷമ ചെയ്യേണ്ടത്. പക്ഷെ അന്യായമായിട്ട് നിങ്ങളിതൊക്കെ ചെയ്ത് മോശമായി പോയെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, പുറത്തുനിന്ന് ആൾക്കാർ വന്ന് ബലമായിട്ട് ഞങ്ങളെ പേടിപ്പിച്ച് കൊണ്ടുവന്ന് വഴി കാണിക്കാൻ പറഞ്ഞതാണ്. അപ്പം ഞങ്ങൾക്കും പേടിയായിപ്പോയി. അങ്ങനെയാണ്, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഒക്കെ നമുക്ക് സമാധാനം ജീവിക്കാമെന്ന് പറഞ്ഞു.
അങ്ങനെ പിന്നെ അവരും ഒക്കെ ആയിട്ട് ഫ്രണ്ട്ഷിപ്പായി അങ്ങോട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പം വലിയ ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ട് എല്ലാം ഭംഗിയായിട്ട് നടന്നു. അതിന് ദൈവത്തോട് നന്ദി പറയുന്നു.